കാത്തിരിപ്പ് ഫലം കണ്ടു. അർജുനെ കണ്ടെത്തി. ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ അർജുന്റെ മൃതദേഹം DNA പരിശോധന നടത്തി ബന്ധുക്കൾക്ക് കൈമാറും. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അർജുന്റെ മൃതദേഹവും ലോറിയും ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും സംസ്കാരത്തിനുമുള്ള ചെലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കും. ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. സർക്കാർ തീരുമാനം തോട്ടത്തിൽ രാധാകൃഷ്ണൻ MLA കുടുംബത്തെ അറിയിച്ചു. ജില്ലാ കളക്ടർ കാർവാർ കളക്ടറുമായി സംസാരിച്ചു. അവസാനപ്പം ലോറിയും ബോഡിയും കിട്ടാനിടയായി. അപ്പം DNA ടെസ്റ്റ് നടത്തണമെന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം കുടുംബവും പറയുന്നത് ടെസ്റ്റ് നടത്തണമെന്ന്. നല്ലതാണ് ശരിക്കും. അത് ഒരു ആധികാരികത കൈവരിക്കണമെങ്കിൽ നമുക്കത് വേണമല്ലോ ശരിക്കും. നാളെ ഇനി അത് സംബന്ധിച്ചൊരു വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ 10-72 ദിവസമായിട്ടുള്ള ഇത്രയൊന്നുമില്ല, ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. അപ്പം അതിനിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിട്ട് ശശീന്ദ്രൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് എല്ലാ ഇതും വഹിക്കും. ബോഡി കൊണ്ടുവരാനും ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ ഗവൺമെൻറ് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി ശശീന്ദ്രൻ മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ശശീന്ദ്രൻ മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇവിടെ അയച്ചതാണ്. അപ്പോൾ കാരണം ഇവരുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇവർക്ക് സമ്മതമാണ്, ഇവർക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരവർ. അതുകൊണ്ട് അത് ചെയ്തിട്ട് ഉടനടി കളക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിളിക്കും. ദൌത്യം ഫലം കണ്ടുവെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ദൌത്യത്തിലൊപ്പം നിന്ന എല്ലാവർക്കും MLA നന്ദി അറിയിച്ചു. തങ്ങളായിരുന്നു ശരി എന്ന് തെളിഞ്ഞുവെന്നും ഗംഗാവലിയിൽ തന്നെ ലോറി ഉണ്ടായിരുന്നുവെന്ന് ആദ്യ ദിനം മുതൽ തന്നെ വ്യക്തമായിരുന്നുവെന്നും സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. We are happy to inform that we have got today the truck which was lying on the water, and body also we have got of Mr. Arjun from Kerala, and we have to search another 2 bodies. That also we will search shortly, and we will continue our process. After that we will start our from tomorrow we will start this, and I am 100% sure we will got another 2 bodies also. It is only, I have told from the day one that this has to be here only, but they have not heard our this thing, because they got big this our Navy and all people, and they have given the position there, this side. That was only we got one what we call as tower. But I told you search, you have to search here only. They have searched here and we got the result. 70 ദിവസം നീണ്ട തെരച്ചിലാണ് ഫലം കണ്ടത്. പല പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ഈ തെരച്ചിൽ മുന്നോട്ടു പോയത്. 71ാം ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് അർജുന്റെ വാഹനം ഗംഗാവലിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയത്. വാഹനം ഉയർത്തുമ്പോൾ തന്നെ ഡ്രഡ്ജറിൽ ഘടിപ്പിച്ച ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തുമ്പോൾ തന്നെ വാഹനത്തിൽ മൃതദേഹമുണ്ട്, അർജുന്റെ മൃതദേഹമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ആ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് ന്യൂസ് 18 ആണ്. അർജുൻ ആ ക്യാബിനുള്ളിലുണ്ട് എന്ന് ക്യാബിൻ ഉയർത്തുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷം പിന്നീട് ആ മൃതദേഹം പുറത്തെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് വാഹനം കരയ്ക്കടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. വളരെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ആ വാഹനം കരയിൽ എത്തിച്ചത്. ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് കരയിലെത്തിച്ച വാഹനം കരയിലേക്ക് കൂടുതലായി കയറ്റാനുള്ള പലതവണയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ആ ക്യാബിൻ തകർന്നുവെങ്കിൽ പോലും പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നില്ല. വാഹനയുടമ മനാഫ് പറഞ്ഞതുപോലെ തന്നെ ആ ക്യാബിൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നില്ല. വാഹനവും വേർപെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വീലുകളും ബോഡി ഭാഗങ്ങളും ഉള്ള ഒരു പൂർണ്ണ ലോറി എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ വാഹനാവശിഷ്ടങ്ങൾ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. വാഹനം
കരയ്ക്ക് പൂർണ്ണമായും കയറ്റാനുള്ള ശ്രമങ്ങൾ നാളെയും തുടരും. ഇന്ന് പലതവണ ശ്രമിച്ചെങ്കിലും വടം പൊട്ടി ആ ശ്രമങ്ങൾ സാധ്യമാകാതെ പോവുകയായിരുന്നു. നാളെയും അത്തരം ശ്രമങ്ങൾ തുടരും. നാളെയും ഷിരൂർ ദൌത്യം തുടരും എന്നും സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്, ജഗന്നാഥനും ലോകേഷും. അവരെ കൂടി കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ദൌത്യം അവസാനിപ്പിക്കൂ എന്നതാണ് കാർവാർ MLA പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KV ബൈജുവും കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ നിന്ന് MS സനീഷ് കുമാറും ചേരുകയാണ്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഷിരൂരിൽ, കർണാടകയിലെ ഷിരൂരിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായി. അവിടെ ഒരു മലയാളി അകപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ല. ഇതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഇന്ന് 71ാം ദിവസമാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഷിരൂരിൽ എന്ത് സംഭവിച്ചു എന്നതാണ്. ഇത്രയും ദിവസം ഷിരൂരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ KV ബൈജു നൽകുകയായിരുന്നു. അർജുനെ കുറിച്ചുള്ള പല വാർത്തകളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബൈജുവിന് കഴിഞ്ഞു. സമാനതകളില്ലാത്ത ദൌത്യമാണ് അവിടെ നടന്നത്. അത് ഫലം കണ്ടിരിക്കുന്നു. അർജുനെ ജീവനോടെ കണ്ടെത്താമെന്നതായിരുന്നു ആദ്യ പ്രതീക്ഷയെങ്കിൽ പിന്നീട് അത് മങ്ങി. അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണം എന്നതായിരുന്നു വീട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹം. അത് സഫലമാകുമ്പോൾ ഈ ദിവസങ്ങൾ അത്രയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ബൈജുവിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും രേണുക, ഉചിതമായ വാക്ക് അത് തന്നെയാണ്. സമാനതകളില്ലാത്ത ദൌത്യം. എന്തായാലും ജൂലൈ 16-നാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. പിന്നീട് 18-ാം തീയതി തന്നെ ന്യൂസ് 18 സംഘം ശിരൂരിലെത്തുന്നു. പിന്നീട് അങ്ങോട്ട് ആദ്യഘട്ട തെരച്ചിലായിരുന്നു. ആ സമയത്തൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾ, പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗംഗാവലി പുഴയുടെ ഒരു അവസ്ഥ 7 നോട്ട്സ് ആയിരുന്നു അതിന്റെ അടിയൊഴുക്ക്. അതായത് മനുഷ്യ സാധ്യമല്ല എന്ന് നേവി പോലും പറഞ്ഞ ഒരു സാഹചര്യം. അവിടെ നിന്നും ഇപ്പോൾ 70 ദിവസം പിന്നിടുമ്പോൾ 1 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ ലോറിയും ഒപ്പം അർജുനെയും കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ച മലയാളികളുമായി അത്രത്തോളം അർജുൻ എന്ന ഒരു പേര് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ മലയാളിയും പറഞ്ഞ ആ പേര് അതിലൊടുവിൽ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനം ആദ്യത്തെ 5 ദിവസം ഇത്തരത്തിൽ അർജുൻ ജീവനോടെ ആ ലോറിക്കകത്തുണ്ട് എന്ന ഒരു പ്രതീക്ഷ അത് കുടുംബത്തിനും ഉണ്ടായിരുന്നു, ഈ ദൌത്യ സംഘത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് വലിയ നിരാശയായിരുന്നു. പിന്നീട് അർജുന് എന്ത് സംഭവിച്ചു, അർജുനെ കണ്ടെത്തുക, ഇതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും, ലോറിക്കരികിലേക്ക് എത്താൻ സാധിച്ചാൽ അർജുനെ കണ്ടെത്താനാകും. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു വസ്തു ഈ ക്രെയിനിൽ കുടുങ്ങിയതും പിന്നീട് മുങ്ങൽ വിദഗ്ധർ ആഴങ്ങളിലേക്ക് എത്തി ആ വസ്തുവിൽ ഈ ഘടിപ്പിക്കുകയും പിന്നീട് അത് വൈകിട്ടോടുകൂടി അത് ഉയർത്തുമ്പോൾ വലിയൊരു വൈകാരികമായ ഒരു രംഗം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കുടുംബം ജിതിനായാലും ഒപ്പം കുടുംബം ടെലിവിഷൻ മുന്നിലായാലും അത് ഓരോ സെക്കൻഡും വളരെ നിർണായകമായി. ഒടുവിൽ ആ ക്യാബിൻ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ, കുടുംബം നേരത്തെ പറഞ്ഞതുപോലെ, ദൌത്യ സംഘം കണ്ടെത്തിയതുപോലെ തന്നെ അവർ വിചാരിച്ച പോലെ തന്നെ ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നതിന് ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. അത് ആശ്വാസം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മൃതദേഹം കാർവാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ദിവസം അവിടെ തന്നെ മൃതദേഹം സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ DNA പരിശോധനാ ഫലം മംഗളൂരുവിലെ ലാബിൽ നിന്നാണ് വരേണ്ടത്. അത് മറ്റന്നാളോടുകൂടി എത്തുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഈ ശിരൂരിൽ തന്നെ തങ്ങുന്നുണ്ട്. നാളെ പ്രധാനമായും ഈ ലോറി ഇന്ന് മുഴുവനായും മുകളിലേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. അത് ഇടയിൽ വെച്ച് വടം പൊട്ടി താഴേക്ക് തന്നെ പതിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് നാളെ വീണ്ടും ക്രെയിൻ കൊണ്ടുവന്ന് ലോറിയും മുകളിലേക്ക് കയറ്റും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അത്രത്തോളം ഓരോ കണ്ണും ആ ലോറി ഉയരുമ്പോൾ അത് ആരുടെ ലോറി എന്ന കാര്യത്തിൽ പിന്നീട് അത് അർജുന്റെ ലോറിയാണെന്ന സ്ഥിരീകരണം വരുന്നു. ക്യാബിനകത്തേക്ക് ഈ ദൌത്യ സംഘം പോകുന്നു. അവിടെ നിന്നും കൃത്യമായി അർജുനെ അതിനകത്ത് കണ്ടെത്തുന്നു. ഏതായാലും ആ അർജുന്റെ പ്രിയപ്പെട്ട വാഹനമാണത്. അർജുന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനമാണ്. ഈ കമ്പനിക്ക് 7ഓളം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അർജുൻ ഈ വാഹനം
ഈ വാഹനത്തിലായിരുന്നു അർജുന്റെ യാത്ര മുഴുവൻ. ഒരുപക്ഷെ ഈ സുഹൃത്ത് ബന്ധം ഒരുപാട് അത്തരത്തിലുള്ള അർജുൻ നാട്ടുകാർക്കും എല്ലാവർക്കും ലോറി ഉടമകൾക്കും ഒക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. ആ അർജുൻ ഇത്തരത്തിൽ ഈ ലോറിയുമായി ഉൾപ്പെടെ ഇത്തരത്തിൽ കാണാതായി എന്ന ഒരു വിവരം എന്തായാലും അത് വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വാർത്ത നൽകിക്കൊണ്ടേയിരുന്നു. ആ അർജുനെ തേടിയുള്ള ദൗത്യം അവസാന ഘട്ടത്തിലെത്തുന്ന ഒരു സമയത്ത് വലിയ തോതിൽ പ്രതികൂലമായ ഓരോ കാലാവസ്ഥ നമ്മൾ പിന്നോട്ട് ഒന്ന് നോക്കിയാൽ അത്രത്തോളം പ്രതികൂലമായ കാലാവസ്ഥ ഒരുപക്ഷെ 28 വർഷത്തെ എന്റെ മാധ്യമപ്രവർത്തക ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു ദൗത്യം ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഏറ്റവും ആദ്യമായി എന്ന് വേണം പറയാൻ. അത്രത്തോളം ദുഷ്കരമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ദൗത്യ സംഘത്തെ തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ബൈജുവിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി തന്നെ ഷിരൂർ ദൗത്യം മാറുകയാണ്. സമാനതകളില്ലാത്ത ദൗത്യം തന്നെയാണ് ഷിരൂരിൽ ഉണ്ടായത്. 71 ദിവസം നീണ്ടുനിന്ന ദൗത്യം, നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ദൗത്യം. ഓരോ തവണയും ഇത് അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്ന് കൂടുതൽ പ്രതീക്ഷയോടുകൂടി തെരച്ചിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ സംവിധാനങ്ങളോടുകൂടി തെരച്ചിൽ നടക്കുന്നത് കണ്ടു. അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് 2-3 വ്യക്തികൾ കൂടിയാണ്. അതിലൊന്ന് ആ വാഹന ഉടമ മനാഫാണ്. തന്റെ വാഹനം ഓടിച്ചിരുന്ന അർജുൻ, തന്റെ വളരെ പ്രിയപ്പെട്ട സഹോദര തുല്യനായ അർജുനെ കണ്ടെത്തണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു, ഒരു ദൃഢനിശ്ചയമായിരുന്നു. അന്ന് ദിവസം മുതൽ, അപകടമുണ്ടായി അവിടെ എത്തിയ ദിവസം മുതൽ ഇതുവരെയും അവിടെ തുടർന്ന് ഈ തെരച്ചിലിന് വേണ്ടുന്ന കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് നടത്തേണ്ടുന്ന തെരച്ചിൽ സംബന്ധിച്ചൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടർന്നു വരികയാണ്.